മുനമ്പം ഭൂമി തർക്കത്തിൽ വഖഫ് ബോർഡിനോടും ഫാറൂഖ് കോളേജിനോടും സർക്കാരിനോടും നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ. എല്ലാവരിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം മുനമ്പം സന്ദർശിക്കും. ഹിയറിംഗ് ജനുവരിയിൽ ആരംഭിക്കും. 3 മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകുമെന്നും ജുഡീഷ്യൽ കമ്മീഷൻ അറിയിച്ചു. അവർക്കൊക്കെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. വഖഫ് ബോർഡും ഫാറൂഖ് കോളേജും മുനമ്പം നിവാസികളും എല്ലാവരും എഴുതി അവരുടെ വേർഷൻ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് എഴുതിത്തരും. അത് കഴിഞ്ഞ് അടുത്ത മാസം എല്ലാവരും കേൾക്കാനിരിക്കുകയാണ്. പിന്നെ സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ട് നിജസ്ഥിതി എന്താണെന്ന്. ഹിയറിങ്ങിന് വിളിക്കും. അവർ അഭിഭാഷകരുമായിട്ട് വരും, അല്ലാത്തവർ നേരിട്ട് വരും. അത് ജനുവരിയിലാണ്. ഫെബ്രുവരി റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കമ്മീഷൻ മുൻപ് ഒന്ന് സന്ദർശിക്കും തീർച്ചയായിട്ടും. അടുത്ത മാസം ഹിയറിങ് തീർക്കും. പിന്നത്തെ മാസം റിപ്പോർട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. നീട്ടേണ്ടി വരും തോന്നുന്നില്ല. വിവരങ്ങളുമായി നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നവമി, എത്ര സമയത്തിനുള്ളിൽ ഈ നിലപാട് അറിയിക്കണമെന്നുള്ള സമയപരിധിയാണ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്? അപർണ, 3 മാസത്തിനുള്ളിൽ മുനമ്പത്തെ വിഷയം പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. ഇതിന്റെ ആദ്യഘട്ടം എന്നോണം റവന്യൂ വകുപ്പിനോടും അതോടൊപ്പം തന്നെ ഫറൂഖ് കോളേജിനോടും വഖഫിനോടും ഇതിനു വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള രേഖകൾ, അതായത് ഭൂമിയുടെ സ്വഭാവം, രേഖകൾ, ക്രയവിക്രയം, ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ രേഖകളും, അതോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട് അവരുടെ കൈവശമുള്ള എല്ലാ രേഖകളും സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ കത്തയച്ചിരിക്കുന്നത്. ഈ 1 മാസത്തിനുള്ളിൽ തന്നെ കത്തിന് മറുപടി നൽകണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം തന്നെ ഹിയറിംഗ് ആരംഭിക്കും. അതായത് ജനുവരിയിൽ ഹിയറിംഗ് ആരംഭിക്കണമെന്നാണ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഈ രേഖകളെല്ലാം സമർപ്പിക്കണം. അതിനുശേഷം ഇതിന്റെ പ്രതിനിധികളെയും മുനമ്പൻ നിവാസികളെയും വിളിച്ച ശേഷം ഇവരെ കൂടി കേൾക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് 2ാം ഘട്ടമായി ജുഡീഷ്യൽ കമ്മീഷൻ കടക്കുക. എന്തായാലും ഇതിന് ശേഷം തന്നെ ഈ ഹിയറിംഗിന് ശേഷം മുനമ്പം സന്ദർശിക്കുമെന്ന് കൂടി ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, മുനമ്പൻ നിവാസികളുടെ സമരം അതിപ്പോഴും അവിടെ ശക്തമായി തന്നെ തുടരുകയാണ്. ഇതിലൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നതുവരെ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് മുനമ്പം നിവാസികൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം 3 മാസമാണ് സർക്കാർ കൊടുത്ത സമയപരിധി, അതിനുള്ളിൽ തന്നെ ഈ അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കണമെന്ന് തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷനും തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം എന്നോണം ഇവർക്ക് കത്തയച്ച് രേഖകൾ ഹാജരാക്കണം. 2ാം ഘട്ടമായി ഹിയറിംഗ്, അതിനുശേഷം മുനമ്പൻ നിവാസികളെ സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും ഈ ഒരു അന്തിമ റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുക. നവമി ദിനേശ് വിവരങ്ങൾ.